വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 19. നീലു അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുണ്ടു ചേർത്തു. നിന്റെ സന്തോഷമാണ് മോളെ ഈ വീടിൻ്റെ സന്തോഷം. അമ്മ അച്ഛനോടും ചേട്ടന്മാരോടും പറയട്ടെ നിശ്ചയത്തിനുള്ള ദിവസം തീരുമാനിക്കാൻ. നീലു കുറച്ചു നേരം അമ്മയുടെ തോളിൽ ചാരിയിരുന്നു. ശിവേട്ടനോട് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണമ്മേ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പ്രണയം പറഞ്ഞ് പിന്നാലെ നടന്നിട്ടുണ്ട്. പക്ഷേ അവരോടൊന്നും എനിക്ക് ഒരിക്കലും ഒരിഷ്ടം തോന്നിയിട്ടില്ല. ആദ്യമായി ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് സത്യ. ആ ഓർമ്മകൾ മാറാൻ സമയം ആവശ്യമാണ്. മറ്റൊരാളുടെ താലിയുടെ അവകാശിയെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഞാനിനി ചേർത്ത് വയ്ക്കില്ല. പക്ഷേ അയാളുടെ ഓർമ്മകൾ എന്നിൽ നിന്നും മായുവാൻ കുറച്ച് സമയം വേണം. ശിവേട്ടനെ എനിക്കിഷ്ടമാണ്. ആ സാമീപ്യത്തിൽ ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ മറന്നു പോകാറുണ്ട്. എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ കൂടി ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് സമയമാവുമ്പോൾ ഞാൻ തന്നെ പറയാം. ഞങ്ങൾ ആരും നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല മോളെ. എല്ലാം നിൻ്റെ ഇഷ്ടം. എങ്കിലും നീ ഞങ്ങളുടെ പഴയ നീലു ആയതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദുവും സത്യയും തമ്മിൽ അടുപ്പത്തിലാണെങ്കിലും ഇന്നുവരെ അവർ ഒന്നായിട്ടില്ല. അതിലെന്തോ തടസ്സം രണ്ടു പേർക്കിടയിലുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സത്യ കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് നന്ദുവിനോട് സംസാരിക്കാറുണ്ട്. ഇന്നലെയും ഞാൻ ആ സ്വപ്നം കണ്ട് നന്ദു. പക്ഷെ ആ മുഖം മാത്രം തെളിഞ്ഞു വരുന്നില്ല. ഏത് സ്വപ്നം? നന്ദു സത്യയുടെ മുഖത്തേക്ക് നോക്കി. ഉറക്കത്തിൽ എന്നെ ശല്യം ചെയ്യാറുള്ള സ്വപ്നത്തെക്കുറിച്ച് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ? ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ മുഖം എനിക്ക് ഇതുവരെയും വ്യക്തമല്ല. അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഉറക്കത്തിൽ വന്നു പോകുന്നത്. എൻ്റെ ചിതറിയ ഓർമ്മകളിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ സാമീപ്യമുള്ളതായി നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ മുഖത്തേക്ക് കണ്ണുനട്ടിരിക്കുന്നവനോട് എന്തു മറുപടി പറയണമെന്ന് നന്ദുവിന് നിശ്ചയമുണ്ടായിരുന്നില്ല. പറയൂ നന്ദു, എൻ്റെ ഭൂതകാലത്തിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോ? നന്ദു പതിയെ ഇല്ലെന്ന് തലചലിപ്പിച്ചു. അവളുടെ മുഖം വാടിയത് കണ്ടപ്പോൾ സത്യയ്ക്ക് സങ്കടം തോന്നി. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ആ സ്വപ്നം എന്നെ വല്ലാതെ അലട്ടുന്നത് കൊണ്ട് തന്നോട് ചോദിച്ചതാണ്. അവളുടെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. കവിളിൽ പതിയെ തലോടി. എൻ്റെ മറന്ന ഇന്നലകളെ ഞാൻ തിരയുന്നില്ല. എൻ്റെ ഇന്നുകളിൽ മാത്രമാണ് ശ്രീ. ആദ്യമായാണ് അവളെ സത്യ അത്രയേറെ പ്രിയമായി വിളിക്കുന്നത്. ആ വിളിയിൽ ഒരുപാട് പ്രത്യേകതയുള്ളതായി അവൾക്ക് തോന്നി. എന്താ ഏട്ടൻ എന്നെ വിളിച്ചേ? എനിക്ക് നീ നന്ദുവല്ല, എൻ്റെ ശ്രീയാണ്. ഞാൻ മാത്രം വിളിച്ചാൽ മതി. അങ്ങനെ കുറുമ്പോട് കൂടിയാണ് അത് പറഞ്ഞത്. ബെഡിലിരുന്ന അവളുടെ മടിയിൽ സത്യ തലവച്ച് കിടന്നു. നേരിയതിൻ്റെ വിടവിലൂടെ കാണുന്ന അവളുടെ അണിവയറിൽ സ്വർണ്ണ നിറത്തിലുള്ള രോമരാജികളിൽ സത്യം വയറിൽ മുഖം ചേർത്ത് ചുംബിച്ചു. അവൾക്ക് ശരീരം വല്ലാതെ തോന്നി. തന്നെ ഇങ്ങനെ നോക്കിക്കിടക്കാൻ എന്ത് രസമാടോ. നന്ദുവിൻ്റെ അവൻ്റെ മുടിയിൽ വിരലുകൾ കൊണ്ട് തലോടണമെന്ന് തോന്നിയെങ്കിലും അവൾ എന്തുകൊണ്ടോ അതിന് മുതിർന്നില്ല. എന്നാൽ സത്യ അവളുടെ കൈ പിടിച്ച് അവൻ്റെ തലയിൽ വെച്ചു. അവൾ പതിയെ വിരലുകൾ കൊണ്ട് അവൻ്റെ മുടിയിലകളിൽ ഓടിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അനുസരണയില്ലാതെ സത്യയുടെ വിരലുകൾ അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു. സാധാരണ ഈ നേരം കിച്ചന് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരിക്കും നന്ദു. ഇന്ന് അവളെ ആ ഭാഗത്തേക്കൊന്നും കണ്ടില്ലല്ലോ എന്ന് അന്വേഷിച്ചു വന്നതാണ് സുമ. മുറിയുടെ വാതിൽക്കൽ എത്തുമ്പോൾ തന്നെ കണ്ട കാഴ്ചയിൽ മനസ്സ് നിറഞ്ഞവർ വാതിൽ പതിയെ ചാരി തിരികെ പോയി. ജോലികൾ തുടർന്നു. എന്നാൽ സുമ ആ ഭാഗത്തേക്ക് വന്നതോ പോയതോ ഒന്നും സത്യയും നന്ദുവും അറിഞ്ഞില്ല. അവർ ഇരുവരും അവരുടേതായ ലോകത്തായിരുന്നു. സത്യയുടെ കണ്ണുകൾ ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴുന്ന അവളുടെ മാറിടങ്ങളിൽ ഒരു വേള പതിച്ചു. പൂക്കളിന് തൊട്ടു മുകളിലായി ചെയിനിൻ്റെ അറ്റത്ത് തൂങ്ങിയാടുന്ന കുഞ്ഞു താലി. അവൻ വയറിനെ മറഞ്ഞു കിടക്കുന്ന നേരിയത് അല്പം മാറ്റി താലി പതിയെ കയ്യിലെടുത്ത് നോക്കി. അപ്പോൾ അവൻ്റെ വിരൽ അറിയാതെ നന്ദുവിൻ്റെ പൊക്കിൾ ചുഴിയിൽ ഉരസി. നന്ദു ഒന്ന് ഞെരിഞ്ഞമർന്നു. താലിമാല പുറത്തേക്കെടുത്ത് നന്ദുവിൻ്റെ മടിയിൽ നിന്നും അല്പം ഉയർന്ന സത്യ താലിയിൽ ചുണ്ടു ചേർത്തു. താലി തിരികെ ഇട്ടതിന് ശേഷം പൂർവ്വസ്ഥിതിയിലായി. നേരിയതിനെ വകഞ്ഞു മാറ്റി അവളുടെ വയറിൽ മുഖം പൂഴ്ത്തി പൊക്കിളിലേക്ക് അതരം ചേർത്തു. അവൻ്റെ കുഞ്ഞു താടിയും മീശയും അവളുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ നന്ദുവിൻ്റെ ശരീരം കോരിത്തരിച്ചുപോയി. അവൾ ഏങ്ങിക്കൊണ്ട് പിന്നിലേക്ക് വേച്ചു. സത്യ നോക്കുമ്പോൾ കണ്ണുകൾ പൂട്ടി പിന്നിലേക്ക് കൈകുത്തി തളർന്നിരിക്കുന്ന നന്ദു. സത്യ എഴുന്നേറ്റ് ഡോർ ലോക്കാക്കി തിരികെ വരുമ്പോൾ നന്ദു എഴുന്നേറ്റ് നിൽക്കുന്നു. സത്യ അവളെ പിടിച്ച് ബെഡിലിരുത്തി. ശ്രീ, എനിക്ക് തന്നോട് എന്തൊക്കെയോ വികാരങ്ങൾ തോന്നുന്നു. ഞാൻ തൊടുന്നത് തനിക്ക് ഇഷ്ടമാകുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. താനിങ്ങനെ എൻ്റെ മുന്നിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു.
സത്യ അവളെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവളുടെ മാറിന് മറിച്ച് കിടന്ന് നേരിയതെടുത്ത് മാറ്റി അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. കാറ്റിന് പോലും കടന്നു കയറാൻ പറ്റാത്ത അത്ര മുറുക്കി കെട്ടിപ്പിടിച്ചു. നിറകിൽ ചുംബിച്ചു. അവനിൽ നിന്നും ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം അവളുടെ നാസികയിൽ തുളഞ്ഞു കയറി. ഇരു കൈയിലും അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവളുടെ മാറിൽ മുഖം ചേർത്ത് വെച്ചു. ഉയർന്നു പൊങ്ങി അവളുടെ ഇരു കണ്ണിലും ചുംബിച്ചു. വലം കൈയാൽ അവളുടെ തഴുകി. ചുണ്ടുകൾ കഴുത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ നന്ദു അവൻ്റെ മുടികിഴയിൽ കൊരുത്ത് പിടിച്ചു. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടു. നന്ദു ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. പ്ലീസ് ശ്രീ, ഇപ്പോൾ പോണോ? സത്യ അവളുടെ മുഖത്തേക്ക് നോക്കി. മോശമാണ് ഏട്ടാ ഡോർ തുറക്കാതിരുന്നാൽ. അത് കേട്ടതും സത്യ ദേഷ്യത്തിൽ കമിഴ്ന്നു ബെഡിലേക്ക് കിടന്നു. അവൻ്റെ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് സ്ഥാനം മാറിയ നേരിയതും അണിഞ്ഞ് പടർന്നു പോയ സിന്ദൂരവും കൺമഷിയും തുടച്ച് കഴുത്തിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളെ തുടച്ചു മാറ്റി നന്ദു റൂമിന് പുറത്തേക്ക് വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹാളിൽ നിന്നും അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേഗം ഓടി അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛേ, എപ്പോൾ വന്നു? വിളിച്ചതേ ഇല്ലല്ലോ. എന്നെ കാണാൻ വരുമ്പോൾ വിളിക്കണോ? എവിടെ സത്യ? കിടക്കുവാണ്, ഞാനിപ്പോൾ വിളിക്കാം. അപ്പോഴേക്ക് അച്ഛന് കുടിക്കാൻ ചായയും പലഹാരവുമായി അമ്മയും സുമാമയും വരുന്നത് കണ്ടു. ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് വരാം, ഉത്സാഹത്തിൽ പറഞ്ഞ് റൂമിലേക്ക് പോയി. റൂമിൽ ചെല്ലുമ്പോൾ സത്യ അതേപടി കിടക്കുകയാണ്. അച്ഛൻ വന്നിട്ടുണ്ട്, ഒന്ന് അവിടെ വരെ വരുമോ? അച്ഛൻ അന്വേഷിക്കുന്നു. സത്യ തിരിഞ്ഞ് അവളെ നോക്കി. അവിടെ വരെ വരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് എനിക്കെന്താ പ്രയോജനം? അവൾ കണ്ണു കൂർപ്പിച്ചു നോക്കി. സത്യ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ ചുണ്ടിൽ പതിയെ ഞെരടി വിട്ടു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചുണ്ടിനെ അവൻ്റെ ചുണ്ടുമായി ബന്ധിപ്പിച്ചു. പെണ്ണിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. നാവുകൾ തമ്മിൽ ഒഴിയുമ്പോൾ അറിയാതെ നന്ദുവിൻ്റെ നഖം സത്യയുടെ കയ്യിൽ ആഴ്ന്നുപോയി. ഒടുവിൽ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു സത്യ. ശ്വാസമെടുക്കാൻ കഴിയാതെയായപ്പോൾ അവൻ അവളെ തള്ളി മാറ്റി. നന്ദുവിൻ്റെ ചുണ്ട് ചുമന്നു. അവൾക്ക് നീറ്റലെടുക്കാൻ തുടങ്ങി. കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ചുണ്ട് പരിശോധിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ സത്യയ്ക്ക് ചിരി വന്നു. പിന്നിലൂടെ ചെന്ന് അവളുടെ തോളിൽ തലചേർത്ത് പിടിച്ചു. വേദനിപ്പിച്ചെങ്കിൽ സോറി. തിരിഞ്ഞു നിന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ട് നെറ്റി മുട്ടിച്ചു നിന്നു നന്ദു. എനിക്ക് വേദനിച്ചില്ല. എങ്കിലൊന്നുകൂടി. സത്യ പറഞ്ഞു. അയ്യടാ, വേഗം വന്നേ, അച്ഛൻ കാത്തു നിൽക്കുന്നു. റൂമിൽ നിന്നും അവനെ തള്ളി പുറത്തേക്ക് കൊണ്ടുവന്നു. രണ്ടുപേരും കൂടി ഹാളിലേക്ക് ചെന്നു. സത്യ നന്ദുവിൻ്റെ അച്ഛനടുത്തായി ചെന്നിരുന്നു. അവൻ്റെ ആ പെരുമാറ്റം എല്ലാ പേരെയും സന്തോഷിപ്പിച്ചു. അങ്കിൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ ചെറുതായി മയങ്ങിപ്പോയി. ഏറുകണ്ണിട്ട് നന്ദുവിനെ നോക്കിക്കൊണ്ട് സത്യ പറയുമ്പോൾ അത് കേട്ട് നന്ദു അല്പം തുറന്നു പോയി. ഇങ്ങനെ കള്ളം പറയുമോ? പിന്നെ എന്ത് പറയണമായിരുന്നു? റൂമിൽ നടന്നതോ? ചോദ്യവും ഉത്തരവും അവൾ തന്നെ പറഞ്ഞു. ഞാൻ വന്നത് വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ, നിങ്ങളെ രണ്ടുപേരെയും അവിടേക്ക് ക്ഷണിക്കാനാണ്. പറഞ്ഞത് ഇഷ്ടമാവുമോ എന്ന ഒരാശങ്ക അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാവുമെങ്കിൽ വേണ്ട. സത്യയുടെ മുഖത്ത് നോക്കിയാണ് അച്ഛനത് പറഞ്ഞത്. ബുദ്ധിമുട്ടൊന്നുമില്ല അങ്കിൾ, നാളെ തന്നെ ഞങ്ങൾ അവിടേക്ക് വരാം. സത്യയുടെ മറുപടി കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ്. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവുമെന്ന്. എന്തായാലും നമുക്കിനി ബാക്കി ഭക്ഷണം കഴിച്ചിട്ടാകാം. അച്ഛൻ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവിടെ നിന്ന് വന്നതിനേക്കാൾ സന്തോഷമാണ് അവളുടെ മുഖത്ത്. ഇത്രയും പെട്ടെന്നൊരു മാറ്റം അതാരും കരുതിയിരുന്നില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞു മുത്തശ്ശനും അച്ഛനുമൊക്കെ. ഏകദേശം വൈകുന്നേരം 4 മണിയോടടുത്തപ്പോഴാണ് അച്ഛൻ പോകാനായി ഇറങ്ങിയത്. വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞെങ്കിലും നന്ദു സുമയെയും ലതയെയും സഹായിച്ചുകൊണ്ട് കിച്ചണിൽ തന്നെ നിന്നു. സുമയും ലതയും അത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇനി ഞങ്ങൾക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ, മോള് പൊയ്ക്കോ. രണ്ടുപേരും കൂടി പറഞ്ഞപ്പോൾ നന്ദുവിന് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പകലത്തെ കാര്യം ആലോചിച്ചപ്പോൾ അവൾക്കൊരേ സമയം സന്തോഷവും വെപ്രാളവും തോന്നി. എന്തായാലും കുറച്ചു നേരം മുത്തശ്ശൻ്റെ റൂമിൽ പോയി നിൽക്കാമെന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ സാരംഗു മുത്തശ്ശനുമായി കാര്യമായ ചർച്ചയിലാണ്. അവിടെയും നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൾ നേരെ റൂമിലേക്ക് തന്നെ വന്നു. വാതിൽ പതിയെ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സദ്യപ്പെട്ടിൽ ചരിഞ്ഞു കിടക്കുകയാണ്. ഹാവൂ, ഉറങ്ങുകയാണ്. അവൾ നെഞ്ചത്ത് കൈവച്ചു. ഡ്രോയെ തുറന്ന് ഇട്ട് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂമിൽ നിന്ന് തിരികെ വന്ന ബെഡിൻ്റെ ഇങ്ങേയറ്റത്ത് പതുങ്ങിക്കിടന്നു. പെട്ടെന്നാണ് ഇടുപ്പിലൂടെ 2 കൈ വന്ന് അവളെ ചുറ്റി പിടിച്ചത്.
നിവർന്നു കിടന്നപ്പോൾ കവിളിൽ ചുടുനിശ്വാസം. എന്നെ പേടിയാണോ? അതാണോ ഈ ഒളിച്ചുകളിയുടെ അർത്ഥം? ആണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ശല്യം ചെയ്യില്ല. നന്ദുവിൻ്റെ മറുപടി ഇല്ലാതെ വന്നപ്പോൾ സത്യ അവളിൽ നിന്ന് കൈയെടുത്ത് മാറ്റി തിരിഞ്ഞു കിടന്നു. സത്യയ്ക്ക് വിഷമമായി എന്ന് നന്ദുവിന് തോന്നി. അവൾ വേഗം അവൻ്റെ നേർക്ക് തിരിഞ്ഞ് അവൻ മലർന്ന് ഫാനും നോക്കിക്കിടന്നു. അവൾ അവൻ്റെ വയറിന് മീതെ കൈയെടുത്ത് വെച്ചു. സത്യ ആ കൈയെടുത്ത് മാറ്റി തിരിഞ്ഞു കിടന്നു. ഞാൻ തൊടുന്നത് ഇഷ്ടമില്ലാത്തവർ എന്നെയും തൊടണ്ട. എന്നോട് ഏട്ടന് പിണക്കമാണോ? അടുത്ത ആഴ്ച ചെക്കപ്പല്ലേ, അത് കഴിയട്ടെ എന്നെ ഞാൻ കരുതിയുള്ളൂ. അല്ലാതെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ശരീരം ഒരുപാട് ഇളക്കേണ്ടെന്ന്? നന്ദു പറഞ്ഞത് കേട്ട് സത്യ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ കലങ്ങിയുള്ള പെണ്ണിൻ്റെ ആ പറച്ചിൽ കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പോൾ കരയൂ എന്ന്. അപ്പോൾ ഞാൻ തൊടുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ ഒഴിഞ്ഞുമാറ്റം, അവൻ അവളോട് ചോദിച്ചു. അവളെ തിരിച്ച് അവൻ്റെ നേർക്ക് കിടത്തി സത്യ. ഒരു കൈകുത്തി തലയതിൽ ചേർത്ത് വെച്ച് പെണ്ണിനെ നോക്കി. ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ വെള്ളക്കല്ല് മൂക്കുത്തി വെട്ടിത്തിളങ്ങി. നെറ്റിയിലെ സിന്ദൂരവും വിയർപ്പ് തുള്ളിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. എത്ര നിയന്ത്രിച്ചിട്ടും സത്യയുടെ ചുണ്ട് അവളുടെ മുഖത്തിന് നേരത്താണ് മൂക്കുത്തിയിൽ അമർത്തി ചുംബിച്ചു. പാതി വിടർന്ന അവളുടെ ചുണ്ടിൽ വിരൽ കൊണ്ട് തലോടി. അതെ, ഞാൻ ശരീരം ഒരുപാട് ഇളക്കാതെ തന്നെ സ്നേഹിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതിന് ചെക്കപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കണോ? നിഷ്കളങ്കതയോടുകൂടിയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ചിരി പൊട്ടി. നന്ദു ഒന്നും മിണ്ടിയില്ല. ചുണ്ടിലുറിയ ചിരി കടിച്ചു പിടിച്ചു കിടന്നു. സത്യ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. ഇതെന്ത് ചെയ്യാനുള്ള പുറപ്പാടിലാണെന്ന് നന്ദു ചിന്തിച്ചു. അവൾക്കടുത്തായിരുന്ന് അവൻ്റെ ടീഷർട്ട് ഊരി മാറ്റി അവളെ അടുത്തേക്ക് ചേർത്തിരുത്തി നെറ്റിയിൽ ചുംബിച്ചു. ചുടുനിശ്വാസം കണ്ണുകളിലേക്കും കവിളുകളിലേക്കും പതിച്ചുകൊണ്ടേയിരുന്നു. നന്ദു കൈകൾ രണ്ട് പിന്നിലേക്ക് കുത്തി വില്ല് പോലെ വളഞ്ഞു. സത്യ അവളുടെ ചുണ്ടിലൂടെ ഊർന്ന് കഴുത്തിൽ ചുണ്ടുരസി. അവളുടെ ശരീരത്തിൽ തരിപ്പ് പടർന്നു. സത്യയുടെ നേർക്ക് അവനെ പുണരാനാഞ്ഞ കൈകളെ നന്ദു പതിയെ തടഞ്ഞു നിർത്തി. എന്നാൽ അത് മനസ്സിലാക്കിയ സത്യ അവളെ നേരെ ഇരുത്തി അവളുടെ രണ്ട് കൈയും പിടിച്ച് അവൻ്റെ വയറിൽ ചുറ്റി വെച്ചു. സത്യ അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അവളുടെ മാറിൽ നിന്നും നേരിയതെടുത്തു മാറ്റി. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ തറഞ്ഞു നിന്നു. സത്യ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടിനാൽ തഴുകി. സത്യയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു.